Good morning all. ഇന്നത്തെ പേപ്പർ LPP. ഇതിൽ നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. Z, the set of integers. Integers എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? +1 +2 +3 അങ്ങോട്ടൊരു സെറ്റ്. ഇസഡിൽ വരുന്നത് നമുക്ക് വരുന്നത് സെറ്റ് 0 ഉണ്ടാവും, +1 +2 എക്സെട്ര, ഇങ്ങോട്ട് -1 -2 എക്സെട്ര. Integers notation is Z. Next is the set of rational numbers. Rational numbers is നമ്മൾ യൂസ് ചെയ്യുന്ന notation Q is set of all numbers in the form P by Q where Q not equal to 0. PQ integers. This is rational numbers, set of all integers in the form P by Q. Next is R, the set of real numbers. Real numbers എന്ന് പറയുമ്പോൾ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടാവും. LPPയിൽ റിയൽ വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഈസ് R raised to n. n is n dimensional റിയൽ യൂക്ലിഡിയൻ സ്പേസ്. R raised to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R cross അങ്ങനെ n ടൈംസ്. ഇനി ഫോർ ഓൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, ലോജിക്ക് പഠിച്ചിട്ടുള്ള സെയിം കൺസെപ്റ്റ്. ഫോർ ഓൾ സെയിം നൊട്ടേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഫോർ എവറി. സോ ദീസ് ആർ ദ ഓൾ നൊട്ടേഷൻസ് യൂസ്ഡ്. LPP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേച്ചറിലല്ല, നമ്മൾ ഫ്രീക്വൻ്റ്ലി ഒക്കർ ചെയ്യുന്ന റിയൽ വേൾഡ് പ്രോബ്ലം ആണ്. മോസ്റ്റ്ലി പ്രോബ്ലംസ് ആർ ഓഫ് ദ ടൈപ്പ് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻസ്. സോ ദീസ് ആർ ഫ്രീക്വൻ്റ്ലി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷൻ, ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. So linear programming is a collection of procedures for maximizing or minimizing linear functions. Linear functions എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി 1 ആയിട്ടുള്ളത് x+y ആ രീതിയിൽ വരുന്ന ഫങ്ഷൻസ് ആണ് കൂടുതൽ ചെയ്യുക. നോൺ ലീനിയർ നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പം ഇല്ല, ലീനിയർ പ്രോഗ്രാമിംഗ് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് ടു ഗിവൺ ലീനിയർ കൺസ്ട്രെയിൻസ്. നിങ്ങൾക്ക് ഇവിടെ ഫങ്ഷൻസ് മാക്സിമൈസ് ചെയ്യാനുള്ള ഫങ്ഷൻസും ലീനിയർ ആയിരിക്കും, കൺസ്ട്രെയിൻസും ലീനിയർ ആയിരിക്കും. ലീനിയർ എന്ന് വെച്ചാൽ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാവുന്നത്, ദാറ്റ് ഈസ് ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻസ് x+y+z അതൊക്കെ ഡിഗ്രി 1 ആണ്. വേരിയബിളിൻ്റെ എണ്ണം കൂടാം, പക്ഷെ അതിൻ്റെ എല്ലാം ഡിഗ്രി 1 ആയിരിക്കണം. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജോമെട്രിക് ലീനിയർ പ്രോഗ്രാമിംഗ്, ഗ്രാഫിക്കലി വരയ്ക്കാവുന്നത്. അതാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ഉള്ളത് 2 എക്സാമ്പിൾസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് കോസ്റ്റ് മിനിമൈസേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും ആദ്യത്തെ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് പ്രോബ്ലം വി ഹാവ് ടു ഫോർമുലേറ്റ് ഇൻ മാത്തമാറ്റിക്കലി. നമ്മളുള്ള എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് അതിനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതുക എന്നുള്ളതാണ് വേണ്ടത്. സോ ഫസ്റ്റ് ഈസ് ഇതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്, സോ റീഡ് ദ പ്രോബ്ലം കെയർഫുള്ളി. ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം നന്നായിട്ട് വായിക്കുക. ആൻഡ് ഐഡൻറ്റിഫൈ ദ വേരിയബിൾസ്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് വേണ്ടത് നമ്മൾ മാത്തമാറ്റിക്കൽ ആയതുകൊണ്ട് നമ്മൾ ഈ പറയണ അതിൽ പറയുന്ന വേർഡ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആ വേർഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ആർ ഗിവിങ് സം വേരിയബിൾസ്. എന്നിട്ട് നമ്മൾ ആ കൊടുക്കേണ്ട എവിടെയൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പെരിമീറ്റർ എന്നാ പറയുന്നതെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ആണ് അവിടെ പറയണമെങ്കിൽ നമ്മൾ ലെങ്തിന് L എന്നും ബ്രെഡ്ത്തിന് B എന്നും കൊടുക്കും. മാത്സിൽ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ മൊത്തം വേർഡ്സുകൾ നമ്മൾ എടുക്കില്ല, നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്ന വേരിയബിൾസ് അത് ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഫോം ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അതേതെങ്കിലും ആയിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നുകിൽ എയ്തർ ഇറ്റ്സ് എ മാക്സിമൈസിങ് പ്രോബ്ലം ഓർ എ മിനിമൈസിങ് പ്രോബ്ലം. അപ്പോൾ അത് ഏതാണോ ചെയ്യേണ്ടത് അതിനുള്ള ഫംഗ്ഷൻ. ഇപ്പോൾ മാക്സിമൈസ് 3x + 4y അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുക. ആ 3x + 4y എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അത് ഏതാണോ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ ആ ഒരു കാര്യം അതിൽ നിന്ന് സ്റ്റെപ്പ് 2 ചെയ്യാം. സ്റ്റെപ്പ് 3
ഫോം ദ കൺസ്ട്രെയിൻസ്. അപ്പോൾ തന്നിരിക്കുന്ന ഇതിൽ കണ്ടീഷൻസ് നമ്മൾ ഇക്വേഷനായിട്ട് ഫോം ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, ചിലപ്പോൾ മിക്കവാറും തന്നെ ഒരു മാക്സിമൈസിങ് പ്രോബ്ലം ആണെങ്കിൽ മിക്കവാറും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും കൺസ്ട്രെയിൻസ് ആയിട്ട് വരിക. മിനിമൈസിങ് പ്രോബ്ലം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതല്ലാതെയും വരാം. ഈക്വൽ ടു വളരെ കുറച്ചേ വരാറുള്ളൂ. മിക്കവാറും വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നിങ്ങൾക്ക് വരാറുള്ള കൺസ്ട്രെയിൻസ്. നെക്സ്റ്റ് ഈസ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് ഓഫ് വേരിയബിൾസ്. അപ്പം നിങ്ങൾക്ക് എക്സ് വൈ ഇസഡ് അങ്ങനെ കുറച്ച് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നത് that variables greater than or equal to 0. ഇനി രണ്ട് എക്സാമ്പിൾ പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. രണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഈസ് മാക്സിമൈസിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതിന് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് മാത്തമാറ്റിക്കലി ഫോർമുലേറ്റ് ചെയ്യാനാണ് ഈ പ്രോബ്ലം ഉള്ളത്. ഇതിനെ ഇതല്ല ഉള്ളത്. ഇപ്പൊ സോൾവ് ചെയ്യാന്നുള്ള പാർട്ട് ഇപ്പൊ ചെയ്യണ്ട. മാത്തമാറ്റിക്കലി ഫോർമുലേറ്റ് ദ പ്രോബ്ലം മാത്തമാറ്റിക്കലി, അതാണ് ഇപ്പൊ ചെയ്യുന്നത്. സോൾവിങ് ഗ്രാഫിക്കൽ മെത്തേഡൊക്കെ ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വരും. ഇപ്പൊ ഉള്ളത് ഇതിനെ മാത്തമാറ്റിക്കലി ഫോം ചെയ്യാന്നുള്ളത്. സോ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചതായിരിക്കും. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഗ്രാഫിക്കൽ മെത്തേഡും പഠിച്ചതാണെന്ന് തോന്നുന്നു. സോ ഫസ്റ്റ് പ്രോബ്ലം, an appliance company manufactures heaters and air conditioners. ഹീറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും ഉണ്ടാക്കുന്ന ഒരു കമ്പനി. The production of one heater requires 2 hours in the parts division of the company and 1 hour in the assembly division of the company. ഒരു ഹീറ്റർ ഉണ്ടാക്കാനായിട്ട് 2 അവർ അതിന്റെ പാർട്സ് ഡിവൈഡ് ചെയ്തെടുക്കാനും പിന്നെ അത് അസംബ്ലി ചെയ്യാനും 1 അവറും 3 മണിക്കൂർ വേണം ഒരു ഹീറ്റർ അവർക്ക് ആ കമ്പനിക്ക് ഉണ്ടാക്കാനായിട്ട്. So and the production of one air conditioner requires 1 hour in the parts division of the company and 2 hours in the assembly division of the company. ഇനി AC ഉണ്ടാക്കാനാണെങ്കിൽ 1 hour parts division 2 hour assembly division. The parts division is operated for at most 8 hours per day. Maximum parts division 8 hours ആണ് ഇതിൽ വർക്ക് ചെയ്യുക. And assembly division is operated for at most 10 hours per day. If the profit realized upon sale is $30 per heater and $50 per air conditioner, how many air heaters and air conditioners should the company manufacture per day so as to maximize profits? അപ്പോൾ ഒരു ഹീറ്ററിന് അസംബ്ലിക്ക് പാർട്സ് ഡിവിഷൻ മാക്സിമം 8 അവറും അസംബ്ലി ഡിവിഷൻ 10 അവറുമാണ് ഒരു ദിവസം ഉള്ളത്. പിന്നെ ഓരോന്നിൻ്റെയും പ്രോഫിറ്റ് ഹീറ്ററിന് 30 രൂപയും $30, എയർ കണ്ടീഷണറിന് $50 പ്രോഫിറ്റ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം. നിങ്ങൾ ഒന്നോടെ ആ പ്രോബ്ലം ജസ്റ്റ് ഒന്നോടെ റീഡ് ചെയ്യുക. ഫസ്റ്റ് അപ്പം നമ്മളിനി ഫോർമുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ സ്റ്റെപ്പ് 1 ആണ് റീഡ് ദ പ്രോബ്ലം കെയർഫുള്ളി. അപ്പം നിങ്ങളൊന്ന് വായിക്കും. ഇപ്പം ഇവിടെ 2 കാര്യങ്ങളാണ് പറയണത്. ഒന്ന് ഹീറ്റർ ഉണ്ടാക്കുന്ന കാര്യം, പിന്നെ ഒന്ന് എയർ കണ്ടീഷണർ ഉണ്ടാക്കുന്ന കാര്യം. അപ്പം 2 വേരിയബിൾസ് ആണ് ഇതിലുള്ളത്. ഒന്ന് ഹീറ്റർ, എപ്പോഴും എല്ലാ കാര്യവും ഹീറ്ററിനെയും എയർ കണ്ടീഷണറേയും വെച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എക്സ് ഈസ് ദ നമ്പർ ഓഫ്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് heaters manufactured per day and y be the number of air conditioners manufactured per day. ഇനി നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും വാട്ട്സ് അവർ കണ്ടീഷൻ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിന് തന്നിരിക്കുന്നത് ഗിവൺ ദാറ്റ് $30 is the profit of
profit per heater and $50 is the profit for per air conditioner. Air conditioner. And the profit to be maximized. To be maximized. So let P of xy be the profit. നമ്മൾ ആദ്യം കൊടുത്തത് എക്സ് വൈ എന്നായിരുന്നു. ബി പ്രോഫിറ്റ്, ദെൻ മാക്സിമൈസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എത്രയായിരുന്നു, $30 അല്ലേ ഹീറ്ററിന്, 30 into x plus 50y. ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് എത്തി. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഐഡന്റിഫൈ വേരിയബിൾസ് ആയിരുന്നു. നമ്മൾ എക്സ് വൈ എന്നുള്ളത് ഏതിനെ എടുക്കണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ഹീറ്ററിന് എക്സ് എന്നും ഹീറ്റർ മാനുഫാക്ചർ ചെയ്യാനുള്ളത് അതിന് നമ്പർ ഓഫ് ഹീറ്റേഴ്സ് മാനുഫാക്ചേഴ്സ് പെർ ഡേ നമ്മൾ എക്സ് ആയിട്ടും നമ്പർ ഓഫ് എയർ കണ്ടീഷണേഴ്സ് മാനുഫാക്ചേഴ്സ് പെർ ഡേ വൈ ആയിട്ടും എടുത്തു. സോ അവർ പ്രോബ്ലം ഈസ് ടു ബി പ്രോഫിറ്റ്. സോ ദിസ് ഈസ് ടു ബി മാക്സിമൈസ് പി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 30x plus 50y. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2ലെത്തി. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3ൽ നമുക്കിപ്പോൾ 2 കണ്ടീഷൻസ് ആണ് തന്നേക്കുന്നത്. ഞാനിപ്പോൾ ഹീറ്റർ എയർ കണ്ടീഷണർ എന്ന് ഇവിടെ എഴുതി. അതിൽ ഹീറ്ററിന് 2 hour ആണ് അസംബ്ലിക്കുള്ളത്, എയർ കണ്ടീഷണറിന് 1 hour അസംബ്ലിക്കുള്ളത്. ഇനി അടുത്തത് അസംബ്ലിക്കല്ല, പാർട്സ് ഡിവിഷൻ ഉള്ളത്. അടുത്തതിന് ഹീറ്ററിൽ 1 hour അസംബ്ലിക്കും ഇതിന് 2 hour പാർട്സ് ഡിവിഷനും. ഇനി മാക്സിമം ഉള്ളത് ഇത് പാർട്സ് ഡിവിഷൻ. പാർട്സ് ഡിവിഷൻ മാക്സിമം ഉള്ളത് 8 hours ആണ്. അസംബ്ലി മാക്സിമം 10 hours. അപ്പം ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി അടുത്ത കണ്ടീഷൻസ് എഴുതാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ ഹീറ്ററിൻ്റെ വെച്ചിട്ടുള്ള പാർട്സ് ഡിവിഷൻ വെച്ചിട്ടുള്ള കണ്ടീഷനാണ് ഏറ്റവും ആദ്യം എഴുതാൻ പോണത്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് each heater requires 2 hours in parts division, 2 hours in parts division per parts division, and each air conditioner requires air conditioner requires 1 hour per parts division, and parts division is available at most 8 hours per day.
ഇത് വെച്ചിട്ടുള്ള കൺസ്ട്രെയിന്റ് ഈസ് so therefore constraint is two hours for heater and 1 hours per air conditioner, and maximum is less than or equal to, so this is less than or equal to 8. Similarly, ഇതിപ്പോൾ ഞാനിപ്പോൾ എഴുതിയേക്കുന്നത് പാർട്സ് ഡിവിഷൻ വെച്ചിട്ട് മാത്രമാണ് എഴുതിയേക്കുന്നത്. സിമിലർലി അസംബ്ലി ഡിവിഷൻ yields എത്രയൊക്കെയുണ്ട് ഇവിടെ നമ്മളത് എഴുതിയായിരുന്നല്ലോ ഒരു കോണത്തിൽ. അസംബ്ലി ഡിവിഷൻ yields x plus 2y less than or equal to 10. x plus 2y less than or equal to 10. ഇപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻറ്റ്സ് എഴുതി. ഫൈനലി ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് the non-negativity conditions of variables. So x, y greater than or equal to 0. ഇനി എല്ലാം കൂടെ ഒന്നിച്ച് ഒന്നുകൂടെ എഴുതാം. So mathematically given problem can be written as maximize p of xy is equal to 30x plus 50y subject to 2x plus y less than or equal to 8, x plus 2y less than or equal to 10, x comma y greater than or equal to 0. So this is the mathematical formulation of given problem. ഒന്നുകൂടെ പറയാം. To mathematically formulate a given problem, you have to identify the variables first. So here നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഹീറ്റേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും എയർ കണ്ടീഷണറിന്റെ മാനുഫാക്ചറിങ്ങും ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എക്സ് എന്നുള്ളത് let x be the number of heaters manufactured per day and y be the number of air conditioners manufactured per day. ഇനി നെക്സ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ആണത്. സ്റ്റെപ്പ് 2 ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് whether the problem is maximization or minimization and what will be the objective function. മാക്സിമൈസിങ് അല്ലെങ്കിൽ മിനിമൈസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടും. മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണ് അവർ പ്രോബ്ലം. സോ ഗിവൺ ദാറ്റ്, ഇനി അതിലെ പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗിവൺ $30 is the profit per heater and $50 is the profit per air conditioner. So the profit to be maximized is the profit has to be maximized. That's the problem. So let P of xy be the profit, then maximize P of xy is equal to 30x plus 50y. It is given that each heater requires 2 hours per parts division and each air conditioner requires 1 hour per parts division. And part division is available at most 8 hours per day. So the constraint is 2x plus y less than or equal to 8. Similarly, assembly division yields നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു x plus 2y less than or equal to 10. 1 hour for heater and 2 hours for air conditioners and maximum availability is 10 hours.
So finally, the non-negativity conditions of the variable xy greater than or equal to 0. Now rewrite again. Mathematically given problem can be written as mathematically p of x, maximize p of xy is equal to 30x plus 50y subject to 2x plus y less than or equal to 8, x plus 2y less than or equal to 10, xy greater than or equal to 0. Now next problem. An oil company owns two refineries, say refinery A and refinery B. Refinery A is capable of producing 50 barrels of gasoline and 25 barrels of fuel oil per day. Refinery B is capable of producing 40 barrels of gasoline and 20 barrels of fuel oil per day. The company requires at least 1000 barrels of gasoline and at least 800 barrels of fuel oil. If it requires $300 per day to operate refinery A and $500 per day to operate refinery B, how many days should each refinery be operated by the company so as to maximize costs? So we have, read problem. We have an oil company and it has two refineries, and refinery A and refinery B. So you will get what to be first part. From the first part itself we can what will be the variables. We can understand that the variables associated with refinery, one variable is associated with refinery A and the other one is associated with refinery B. Now from the last part, then what to be done? So first part, rupees 300 per day to operate refinery A and not rupees, dollar 300 per day to operate refinery A and $500 per day to operate refinery B. How many days should each refinery operated by the company so as to maximize cost? So let x be the number of days to operate for the operation of refinery A, and y be the number of days for the operation of refinery B. So let x be the number of days operated for refinery A, and y be the number of days operated for refinery B. Now from the last sentence of the problem, we have to how many to be so as to minimize cost. So our problem is a minimization problem. So here we have to minimize cost. Given that $300 per day $300 required to operate for refinery A, and
$500 required per day to operate refinery B. Therefore, minimize cost ആയതുകൊണ്ട് നമുക്ക് C എന്ന് എഴുതാം. C of xy, let C of xy be the cost. Let C of xy be the cost. Then therefore our problem is to minimize C of xy is equal to 300x plus 500y. Now നമുക്ക് ഇനി കൺസ്ട്രെയിൻ്റ് ആണ് എഴുതേണ്ടത്. കൺസ്ട്രെയിൻ്റ് പറഞ്ഞിരിക്കുന്നത് എക്കും ബിക്കും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ഫോർ എ, ദിസ് ഈസ് ഫോർ ബി. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ട് എക്ക് നമുക്ക് 20 barrels ഓഫ് ഗ്യാസലിനും 25 barrels ഓഫ് ഫ്യൂവൽ ഓയിലുമാണ് പറഞ്ഞിരിക്കുന്നത്. 20, 25. This is gasoline, this is fuel oil. And B requires 40, 20. Any. The company requires at least 1000 barrels of gasoline and at least 800 barrels of fuel oil. So this is the company's 1000 and 800. ഇതിൽ നിന്ന് വേണം നമ്മൾ ഇനി കൺസ്ട്രെയിൻ്റ് എഴുതാനായിട്ട്. So 20 barrels of gasoline for refinery A and 25 barrels of gasoline for refinery B, and company requires 40 അല്ലേ? 40 അല്ലേ? ഞാൻ മറ്റും നോക്കി എഴുതിയതാ. ജസ്റ്റ് മിനിറ്റ് എത്തിക്കാം. 2040 ആണ്. 40 barrels of gasoline for refinery B and company requires at least 1000 barrels. Of gasoline. Which implies 20x plus 40y at least ആയതുകൊണ്ട് greater than or equal to 1000. Similarly, fuel oil requirement yields 25x plus 20y, which is greater than or equal to 800. Finally, x comma y greater than or equal to 0. So the given problem can be written in mathematical, can be written
can be written as minimize C of xy is equal to 300x plus 500y subject to 20x plus 40y greater than or equal to 1000, 25x plus 20y greater than or equal to 800, x comma y greater than or equal to 0. ഒന്നോടെ പറയാം. First, let x be the number of days operated for refinery A and y be the number of days operated for refinery B. ഈ രണ്ട് വേരിയബിളും നമ്മൾ ലാസ്റ്റ് സെന്റൻസ് നോക്കിയിട്ടാണ് മിക്കവാറും ഐഡന്റിഫൈ ചെയ്യുക. ഏറ്റവും ലാസ്റ്റത്തെ സെന്റൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഇത് വെച്ചിട്ടാണ് 300 per day to operate refinery A and $500 to operate per day to operate refinery B. How many days should each? അപ്പം അവിടെ നിന്നാണ് how many days അപ്പം each. അപ്പം അവിടെ നിന്നാണ് number of days എന്ന് എടുക്കുക. For refinery A, number of days for refinery A is x and let x be the number of days operated for refinery A and y be the number of days operated for refinery B. അതിൽ നിന്ന് ഏതാണോ മാക്സിമൈസിങ് ആണോ മിനിമൈസിങ് ആണോ എന്നും ആ സെന്റൻസിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഹിയർ വി ഹാവ് ടു മിനിമൈസ് കോസ്റ്റ്. So given that $300 required to operate per day for refinery A and $500 per required for to operate refinery B. Let CXY be the cost. So the problem is minimize C of XY is equal to 300x plus 500B. Now it is given that ഇനി അടുത്തത് അതിന് മുമ്പിലത്തെ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. രണ്ട് സെന്റൻസിലായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് refinery A is capable of producing 20 barrels of gasoline and 25 barrels of fuel oil and refinery B is capable of 40 barrels of gasoline and 20 barrels of fuel oil and the company requires at least 1000 barrels of gasoline and at least 800 barrels of fuel oil. ആ രണ്ട് സെന്റൻസും കൂടെ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ആ ഒരു കോളം വരച്ചേക്കുന്നത്. ഗ്യാസലിൻ എ ബി എന്നൊക്കെ ഇട്ടിട്ട് ഗ്യാസലിൻ ആദ്യത്തേൽ 20, രണ്ടാമത്തെ ബിയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന 40 ഗ്യാസലിനും ഫ്യൂവൽ ഓയിൽ 25, മറ്റത് ബിയുടെ കാര്യത്തിൽ 20. അറ്റ്ലീസ്റ്റ് 800 ആണ്, 800ഉം 1000ഉം. സോ അതിൽ നിന്നാണ് നമ്മൾ അടുത്ത ഇക്വേഷൻസ് എഴുതുന്നത്. 20x plus 45 greater than or equal to 1000 and 25x plus 20y greater than or equal to 800. Finally, the non-negativity conditions x comma y greater than or equal to 0. So the given problem can be written as minimize C of xy is equal to 300x plus 500y subject to 20x plus 40y greater than or equal to 1000, 25x plus 20y greater than or equal to 800, x comma y greater than or equal to 10.